PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ധാരണാപത്രം ഇന്ന് മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വന്നേക്കുമെന്നാണ് സൂചന. മന്ത്രിസഭ അറിയാതെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് നിയമപ്രശ്നമായി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തപ്പോൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് CPI മന്ത്രിമാർ പരാതി നൽകി. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ CPI അനുനയിപ്പിക്കാനുള്ള ഓരോ ശ്രമവും ഇങ്ങനെ തകർന്നു വീഴുന്ന സാഹചര്യത്തിലാണ് ഈ മന്ത്രിസഭാ യോഗം ഇന്ന് ഉച്ചതിരിഞ്ഞ് ചേരുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. PM ശ്രീ വിവാദത്തിൽ CPM-ഉം CPI-യും വിരുദ്ധ ധ്രുവങ്ങൾ തന്നെ നിൽക്കുകയാണ്. ഇതുവരെയും അനുരഞ്ജനത്തിൻ്റെ സമവായത്തിൻ്റെ ഒരു പാത തുറന്നെടുക്കാൻ രണ്ട് കക്ഷികൾക്കും കഴിഞ്ഞിട്ടില്ല. PM ശ്രീ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മന്ത്രിസഭ ചേരുന്നുണ്ട്. വൈകുന്നേരം 3:30-നാണ് മന്ത്രിസഭാ യോഗം. ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് CPI മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം CPI-യുടെ നേതൃയോഗങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തെ ശ്രദ്ധേയകേന്ദ്രമാക്കി മാറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട നടപടിക്ക് അംഗീകാരം നൽകാൻ റാറ്റിഫൈ ചെയ്യുന്ന അജണ്ട ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക് വരുമോ എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് പരക്കുന്നത്. അത് നിയമപരമായ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള ഒരു നടപടിയായിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം മന്ത്രിസഭാ യോഗത്തിൻ്റെ ചർച്ചയില്ലാതെ ധാരണാപത്രം ഒപ്പിട്ടതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതൃപ്തി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് CPI മന്ത്രിമാർ കത്ത് നൽകിയിരുന്നു. ഇത് നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ടയിലേക്ക് വീണ്ടും കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ CPM-ൻ്റെയും CPI-ക്കും ഇടയിലുള്ള തർക്കങ്ങൾ കൂടുതൽ മോശമാകാനും വഷളാകാനുമാണ് സാധ്യത. ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ മുന്നോടിയായി CPI-യുടെ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളോട് തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാരോടും പാർട്ടി ആസ്ഥാനത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയും CPI-യുടെ 2 മന്ത്രിമാരും ഒരുമിച്ച് ഒരു യോഗത്തിൽ, അതായത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോൾ അനുരഞ്ജനത്തിൻ്റെ എല്ലാ സാധ്യതകൾക്ക് മണിക്കൂറുകളായിരിക്കും ഇന്ന്, അനുരഞ്ജനത്തിൻ്റെ സാധ്യതയുള്ള മണിക്കൂറുകളായിരിക്കും ഇന്ന് ഉച്ചവരെ നടക്കാൻ പോകുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.